ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് വിചാരിച്ചു എനിക്ക് ലോങ് വീഡിയോ ഒക്കെ എടുക്കാൻ എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ വന്നതാണ്. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഒന്നും വിചാരിക്കേണ്ട, കാരണം എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല. അയ്യോ, തലമുടി ഞാൻ ഇപ്പൊ കുളിച്ചിട്ട് വന്നേ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ട് ഒന്നും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട. ഇത് അമ്മയുടെ തയ്യൽ മെഷീൻ ആണ് കേട്ടോ. ഇത് നമ്മൾ ഡ്രോയർ കയറില്ല. ഇനി ആരെങ്കിലും അഥവാ കയറി വന്നാൽ ഒരു ഡിസ്റ്റർബൻസ് ആകരുത് പ്ലീസ്. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ലൊക്കേഷൻ ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചുമ്മാ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ റിംഗ് ലൈറ്റിലൊക്കെയാണ് എടുക്കുന്നത്. അപ്പൊ അവിടെ കുത്തിയേക്കുന്നൊക്കെയാണ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഇങ്ങനെയാണ് ഉള്ളത് ഇവിടെ. അപ്പം ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് ഞാനിപ്പോ വിചാരിക്കുന്നു. ഇത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണും. വാട്ട്സ് ഇൻ മൈ സ്കൂൾ ബാഗ് ആണ്. ഇപ്പൊ ഞാനൊന്നും എടുത്തു വെച്ചിട്ടൊന്നുമില്ല, കാരണം ഞാൻ കണ്ടതുപോലെ എടുത്തോട്ടേക്കും വന്നതേ ഉള്ളൂ. ഞാനൊന്നും എടുത്തു വെച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഞാനൊന്നും എടുത്തു വെച്ചിട്ടില്ല. മൈക്കൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ഇരിക്കുന്നത് അമ്മ തയ്ക്കുന്ന ഇതിന് ഒരു ഇതിലോട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഞാൻ ബാഗ് ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ ഒരു പാറുവിന്റെ ഒരു കസേരയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അയ്യോ അയ്യോ, റിംഗ് ലൈറ്റ് ഇതാ സാരമില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഗൈസ്, വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാന്. അപ്പം ഇതാണ് എന്റെ ബാഗ്. ഇതിൽ സത്യം പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ, കാരണം ഞാൻ സ്കൂളിൽ പോകുമ്പോൾ കൂടുതൽ വെച്ചുകൊണ്ട് പോകുന്നതാണ്. ഒരു 5 കിലോന്റെ അത്ര ഉണ്ട് ഇതില്. പക്ഷെ ഇതിലിപ്പോ കുറച്ച് ഭാരമേ ഉള്ളൂ. ഇതിനകത്ത് ഒന്നുമില്ല. ബുക്ക് ഞാൻ, കാരണം നാളെ പരീക്ഷയാണ്, അപ്പൊ പഠിക്കാനൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ പഠിച്ചിട്ട് ഇതേ ആ ടേബിളിലൊക്കെ അവിടെ ഇരിപ്പുണ്ട്. സാരമില്ല, ഞാനൊന്ന് ഓർഗനൈസ് ചെയ്തിട്ടില്ല. ആദ്യം ഈ ബാഗിനെ ഞാൻ പറ്റി പറയാം. എനിക്ക് ഈ ബാഗ് 5ാം ക്ലാസ്സിൽ മേടിച്ചാണ്. പുത്തൻ ബാഗ് പോലുണ്ട്. എനിക്ക് ഈ ബാഗ് ഒത്തിരി ഇഷ്ടമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് പൊക്കി കാണിക്കാം. അയ്യോ, കാലി ഈ കസേര വെച്ചിട്ടാണെങ്കിൽ ഇതാണ് ബാഗിന്റെ ഫുൾ എന്ന് പറഞ്ഞാല്. ഇതിൽ പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മൾ ഇവിടെ ഇങ്ങനെ ഊരി വരും. അത് സാരം. അതിന്റെ അടിഭാഗം നോക്കുവാണെങ്കിൽ ഒരു സിബ് വേണ്ട, ഒരു സീക്രട്ട് സിബാണിത്. സീക്രട്ട് സിബ് തുറക്കുമ്പോ ഇതിനുള്ളില് ഒരു സാധനമുണ്ട്. ഈ സാധനമാണ് ഈ സീക്രട്ട് ആയിട്ടുള്ള സിബിനുള്ളില് സാധനം. ഈ സാധനം നമ്മൾ പറഞ്ഞാൽ മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് ഇതേമാതിരി നമ്മുടെ ബുക്സ് ഒന്നും നനയാതിരിക്കാൻ വേണ്ടി, മഴ പെയ്യുമ്പോൾ നമ്മൾ തോളിലാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്, അപ്പൊ ബുക്സ് ഒന്നും നനയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇടുന്നതാണ്. അപ്പൊ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. അടിഭാഗത്ത് പിന്നെ നനയത്തില്ലല്ലോ, നനയത്തില്ലെന്നാണ് കരുതുന്നത്. ബുക്കൊക്കെ മണ്ടയ്ക്ക് ഇരിക്കുന്നത് കൊണ്ട് നനയാതിരിക്കാൻ വേണ്ടി ഇല്ല ഇടുന്ന ഒരു സാധനമാണ്. ഇത് ഇടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ, ഇങ്ങനെയാണ് നിങ്ങളൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഈ സിബിന്റെ സിബ് എവിടെ പോയി? സിബിന്റെ ഇതിനുള്ളിൽ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അതാണ് എന്റെ സീക്രട്ട് സിബ്. സീക്രട്ട് ഒറയാണ് കേട്ടോ. സിബ് ഇട്ടു. അതാണ് നമ്മളുടെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എത്ര സിബാണെന്ന് വെച്ചാൽ 1 2 3 4 സിബ്സ് ആണ് ഉള്ളത്. 4 ഒറകളുണ്ട്. ഇതേമാതിരി ബാഗ് ഒക്കെ നമുക്കിടാം. അപ്പൊ ഇതൊരു ബ്രൗണിഷ് കളറാണ്. മൈക്ക് ബ്രൗണിഷ് കളറാണ്. അപ്പൊ ഇത് ഫസ്റ്റ് ഒറ ഞാൻ തുറക്കുവാണ്. തുറന്നപ്പോ അതിനുള്ളിൽ എന്തുവാന്ന് നോക്കാം. അയ്യ, ഇതൊരു എന്റെ ഒരു വെറൈറ്റി പൗച്ചാണ്. ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് കുറച്ച് കുളമായി പോയത്. ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടില്ല. ഇതിൽ ഞാൻ തനി ഉണ്ടാക്കിയാണ്. ഒരു പെർപ്പിൾ കളർ, എന്റെ ഫേവറേറ്റ് വൺ ഓഫ് കളറാണ് പെർപ്പിൾ കളർ. പെർപ്പിൾ കളറിൽ ഉണ്ടാക്കിയതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഏത് കുപ്പിയാന്ന് ചോദിച്ചാൽ നമ്മുടെ ആക്രിലിക്കിന്റെ ആണ് കേട്ടോ പെട്ടി. അതിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിലാണ് എന്റെ കട്ടർ, പിന്നെ കുറച്ച് പെൻസില്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യാനുള്ളൂ. പെൻസില്, പിന്നെ ഈ സാധനം, ഈ സാധനം ഇതൊക്കെ ഞാൻ ഇതിലാണ് വെക്കുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഒരു പിങ്ക് കളറിലെ ഒരു പെന്ന്, പിന്നെ കുറച്ച് പെൻസേ ഉള്ളൂ. ഇതിൽ അത്രയ്ക്ക് സാധനങ്ങളൊന്നുമില്ല. ഞാനിത് ചെറിയതായിട്ട് വെച്ചിരിക്കുന്നതാണ്. അയ്യോ, ഇത് അടയ്ക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. ഞാനിത് ടേപ്പൊക്കെ ഒട്ടിച്ച് കഷ്ടപ്പെട്ട് പെയിന്റ് ചെയ്തെടുത്തതാണ്. പിന്നെ ഇതിലുണ്ടാകുന്നത് ഇതിന്റെ അടിയിലൊന്നുമില്ല, വേറെ ഒന്നും പ്രത്യേകിച്ച് ഞാൻ വെക്കാറില്ല. ഒരു ബുഷ് ഉണ്ട്, ഒരു ബണ്ണ്, പിന്നെ ഒരു പേപ്പർ കിടപ്പുണ്ട്. ഒരു പേപ്പർ, ഇതൊക്കെ ഞാൻ എഴുതുമ്പോ വരുന്നത് പേപ്പേഴ്സ് ആണ് കേട്ടോ. എഴുതുമ്പോ വരുന്ന പേപ്പറൊക്കെ ഞാൻ ചുരുട്ടി ബാഗിലിടും. കാരണം ടീച്ചർ പറഞ്ഞിട്ടുണ്ട് വെളിയിലൊന്നും ഇടരുത്, മെസ്സാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ ബാഗ്. ഈ ഉറക്കകത്ത് ഇത്രയേ ഉള്ളൂ, കാലിയാണ്. വേറെയൊക്കെ കാലിയാണ്. നെക്സ്റ്റ് ഉറയിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ഉറ തുറക്കുമ്പം ഞാനെല്ലാം ഇടിച്ചു കയറ്റി വെക്കുക, കാര്യമാക്കരുത്. ആദ്യം തന്നെ ഒരു ടവലാണ് കേട്ടോ. ഈ ടവലിന് ഞാൻ കൊണ്ടുപോകുന്നത് എന്റെ മുഖമൊക്കെ ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയാണ്. അതാകുമ്പോ എനിക്ക് വല്ല വിയർപ്പ് വല്ലതും ഒക്കെ വരുമ്പോ തുടയ്ക്കാനും മുഖമൊക്കെ ഒന്ന് വെറ്റായിട്ട് ഇരിക്കുവാണെങ്കിൽ വെള്ളം വീണാലൊക്കെ ഇങ്ങനെ കയ്യും മുഖമൊക്കെ തുടയ്ക്കുന്ന ഒരിതും. തണുപ്പ്. അതാണ് പിന്നെ വന്നിരിക്കുന്നത്. അവിടെ ഇരിക്കട്ടെ അവിടെ. അപ്പം പിന്നെ വേറെ ഒരു ടവലും കൂടി ഉണ്ട്. ഈ ടവൽ ഞാൻ കൊണ്ടുവന്ന ഡെസ്ക് മെസ്സായിട്ട് കിടക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ചോറൊക്കെ വീണ് കിടക്കത്തില്ല, അതൊക്കെ ഇങ്ങനെ തുടിച്ചു കളയാൻ വേണ്ടിയാണ് ഈ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ചോറ് കൊണ്ടുപോകുമ്പോഴും ഇങ്ങനെ വിരിച്ചിട്ടാണ് കേട്ടോ കഴിക്കാറുള്ളത്. കൊണ്ട് താഴെ ഒന്നും വീഴാറില്ല, നല്ലൊരു സേഫ്റ്റിക്ക് വേണ്ടി. പിന്നെ ഒരു ചെറിയ ഒരു പോക്കറ്റ് ബുക്ക് കൊണ്ടുപോകും. പോക്കറ്റ് ബുക്ക് ക്ലാസ്മേറ്റിന്റെ ആണ് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടമാണ്. ഇതിന് 5 രൂപയാണ് കേട്ടോ പ്രൈസ് വന്നിട്ട്. അപ്പൊ ഇത് തുറക്കുമ്പോ തന്നെ ഇതിനകത്ത് ഞാൻ ഇങ്ങനത്തെ കുറെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ പേര് എന്തുവായിരുന്നു ഞാൻ മറന്നും പോയി. ഇങ്ങനത്തെ സ്പോട്ടിഫൈ ഇല്ലേ, അത് വരച്ച് വെച്ചിട്ടുണ്ട്. അത് കുറെ സ്റ്റിക്കറാണ് കേട്ടോ. സ്പോട്ടിഫൈവിന്റെ കുറച്ച് സാധനങ്ങളാണ്, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അവിടെ ഇരിക്കട്ടെ.
അത് കഴിഞ്ഞിട്ട് എൻ്റെ മെയിൻ സാധനം ജോമെട്രിക് ബോക്സ് ആണ്. ജോമെട്രിക് ബോക്സ് ജോമെട്രിക് ബോക്സ് ആണ്. ക്ലാസ്മേറ്റിന്റെ തന്നെയാണ്. ദേ തുറക്കുമ്പോൾ ഇതിനകത്ത് വേറെ എന്തൊക്കെ ഉണ്ട്. അതെ, ഒരു പ്രൊട്രാക്ടർ, ഇതെല്ലാം സാധനങ്ങള്, സ്ക്വയർ സ്ക്വയർ, കോമ്പസ് ഡിവൈഡർ, പിന്നെ എന്തുള്ള ഷാർപ്നർ, ഇറേസർ, പിന്നെ പെൻസിൽ ഇല്ലേ നമ്മൾ കോമ്പസ് യൂസ് ചെയ്ത്, അതൊക്കെ ഉള്ളൂ. ഇത് ക്ലാസ്മേറ്റിന്റെ ആണ്. ഇതാണ് എന്റെ ജോമെട്രിക് ബോക്സ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുങ്ങിയില്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു കൊട. ഈ കൊട എന്താണ്? അല്ലെ, സത്യം പറഞ്ഞ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് വെച്ചാണ്. ഈ കിറ്റ് കവർ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ യൂസ് ചെയ്യാൻ വേണ്ട ഒരു കിറ്റിയാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അത് വൈറ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതാവുമ്പോൾ കുഴപ്പമില്ലല്ലോ. എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വന്നാൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറഞ്ഞാൽ ഇത് കൊടയാണ് കേട്ടോ. ഈ കൊടയിൽ മഴ നനയുമ്പോൾ ബാഗിലൊക്കെ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി ഒരു കൊട ഇതിനുള്ളിൽ ഇട്ടിട്ടാണ് പോകുന്നത്. ഈ കൊട ജോൺസന്റെ കൊടയാണ് കേട്ടോ. ജോൺസന്റെ കൊടയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇത് തുറക്കണോ? ഇത് ഇനിയും വെക്കാൻ പാടാണ്. ഞാൻ ഇത് കൊണ്ടുപോകുന്നത് ബ്രൗൺ കളറാണ്. കാരണം ഇതില് ബ്രൗൺ കളറിലെ കൊട വേണമെന്ന് പറഞ്ഞിരുന്നു ഞാൻ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ്. സ്കൂൾ തുറക്കുന്നതല്ല, സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ടാണല്ലോ മണി ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ബ്രൗൺ കൊട തന്നെ വേണം എന്ന് പറഞ്ഞ് മേടിച്ച ജോൺസന്റെ കൊടയാണ്. ഓക്കെ, ആ ഒറയിൽ അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഒറയിലേക്കാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ അത് ഓർഗനൈസ് ചെയ്തിട്ടില്ല. അപ്പൊ എല്ലാ ബുക്കും ഈ ഇതിലുണ്ട്. ഞാൻ ഇതിൽ ബുക്സ് ആണ് കൊണ്ടുപോകാറുള്ളത്. ബുക്സ് മാത്രമേ ഉള്ളൂ. ഇതിൽ ഫുള്ളാണ് ബുക്സ് ഉണ്ട്. ഈ ഒറയിൽ, സെക്കൻഡ് ഒറയിൽ ഞാൻ വെക്കുന്നത് നമ്മൾ ടൈം ടേബിൾ ഇല്ലാത്ത ബുക്സ് ഒക്കെയാണ് കൊണ്ടുപോകും. ഇല്ലാത്ത ബുക്സ് ഞാൻ കൊണ്ടുപോകാറുണ്ട്. അതുകൊണ്ട് ഇതിൽ വെക്കും. ഈ ഒറയിൽ വെക്കുന്നത് വേണ്ടാത്ത ബുക്സ് ഒക്കെയാണ്. മറ്റേ ഒറയിൽ വെക്കുന്നത് വേണ്ട ബുക്കുമാണ്. ഈ വേണ്ട ബുക്കാകുമ്പോൾ ഭാരം നമ്മൾ കുറയ്ക്കാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഒറയിൽ ഒരൊറ പറയുന്നതിന് മുമ്പ് നെക്സ്റ്റ് ഒറ നിങ്ങൾ തുറന്നു. ഓക്കെ, അത് നെക്സ്റ്റ് ഒറ അവിടെ അടച്ചിട്ടെ. ഇപ്പൊ ഈ ഒറയിലെ ബുക്സ് ആണ്. അത് എനിക്ക് വേണ്ടാത്ത ബുക്സ് ഒക്കെ ഞാൻ വെക്കുന്നതിന്. വേണ്ടാത്തില്ല, മലയാള സെക്കൻഡ് ചിലപ്പോൾ കാണത്തില്ല വിഷയം. അപ്പൊ അത് കൊണ്ടുപോകും. അത് ഇതിനകത്ത് വെച്ചോളൂ. ഇതിന് പിന്നെ നമ്മൾ വേണ്ട ബുക്സുകളാണ്. കാണാൻ പറ്റുമോ? വേണ്ട ബുക്സും എന്റെ ബോക്സും ആണ്. ബോക്സ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? കാലെടുക്കട്ടെ. ഓക്കെ, ബോക്സ് ഇതാണ് കേട്ടോ എന്റെ ബോക്സ്. ഇതില് ഗ്ലിറ്റർ ബോക്സ് ആണ്. എന്റെ ഗ്ലിറ്റർ കളറിലെ ബോക്സ് ആണ്. ഗ്ലിറ്റേഴ്സ് ഇങ്ങനെ പോകുന്നുണ്ടോ? എന്റെ ഗ്ലിറ്ററിന്റെ ബോക്സ് ആണ്. ഇവിടെ ഇങ്ങനെ സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഇറങ്ങുമ്പോൾ ഇത് തുറക്കാം. ഇവിടെ ഇങ്ങനെ നമുക്ക് തുറക്കാം. ഇവിടെ തുറക്കാം. ഇനി ഇവിടെ നമുക്ക് തുറക്കാം. ഇവിടെ തുറക്കുമ്പോൾ ഇതിൽ ഷാർപ്നർ, പിന്നെ ഒരു സോഫ്റ്റ് ഇറൈസർ, പിന്നെ ഇത് പെയിന്റ്. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടുത്തെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് കരുതി. കാരണം ഇതിൻ്റെ വോയിസ് പോയി ഗൈസ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് എൻ്റെ ബോക്സ്. നിങ്ങൾ കണ്ടോളൂ കേട്ടോ. അതെന്താ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മൈക്ക് അങ്ങ് ഓഫായിപ്പോയി. പിന്നെ മൈക്ക് ഞാൻ ശ്രദ്ധിച്ചതും ഇല്ലായിരുന്നു. കണക്ഷൻ അങ്ങ് നിന്നുപോയി. സാരമില്ല, എന്തായാലും പോട്ടെ. നമുക്കിനി വോയിസ് കൊടുക്കാം കേട്ടോ. അപ്പം ഇനി എൻ്റെ ബോക്സ് നിങ്ങൾ കണ്ടല്ലോ. ഈ ബോക്സിനകത്ത് ഇത്രേ ഉള്ളൂ. ഞാൻ വളവളാന്ന് എന്താണ്ടൊക്കെ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാകുന്നുമില്ല. അതുകൊണ്ട് വളവളാന്ന് എനിക്ക് ഇങ്ങനെ വോയിസ് ഓവറും കൊടുക്കാൻ പറ്റത്തില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ എന്താണൊക്കെ പറയുന്നത്, ആ പാവക്കുട്ടീൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് ഞാൻ നീക്കി വെച്ചിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം എനിക്ക് അത്രയേ ഉള്ളൂ. എൻ്റെ ബാഗിൽ അത്രയും സാധനങ്ങളേ ഉള്ളൂ കേട്ടോ. ഞാൻ അധികം ഒന്നും കൊണ്ടുപോകാറില്ല. ഞാൻ പിന്നെ എന്താണ്ടൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. നമുക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, ലൈക്കൊന്നുമില്ല, അങ്ങനെയൊന്നും അധികം കിട്ടുന്നില്ല. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ കൂടുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒമാനി പോകുന്നതിന് മുമ്പ് ഒക്കെ വരെ നല്ല റീച്ച് കിട്ടിയിരുന്നതാണ് കേട്ടോ. പക്ഷെ ഇപ്പം തൊട്ട് അധികം റീച്ചൊന്നും കിട്ടുന്നില്ല. മനസ്സിലായില്ല. എനിക്കതുകൊണ്ടാണ് ഞാൻ ചോദിക്കാമെന്ന് കരുതിയത്. അപ്പം എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പ്ലീസ് ലൈക്ക്. ഓക്കെ, ലൈക്ക് ഒന്ന് ചെയ്യുക, കമൻ്റ് അറിയിക്കുക. പിന്നെ ഏത് വീഡിയോ വേണ്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. കാരണം ഇതിൻ്റെ വോയിസ് പോയപ്പം ബാക്കി എന്തുവാ പറഞ്ഞതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഒരു 10 മിനിറ്റോ സെക്കൻഡോ ആണ്ടേ ഉള്ളൂ ഇത്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം ടാറ്റ, ബൈ ബൈ, സീ യു.